ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 34 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 35-ാമത്തെ ശ്ലോകം നോക്കാം. ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുർയാന്തി തേ പരം. ഏവം ഇപ്രകാരം, ജ്ഞാനചക്ഷുഷാ ജ്ഞാനനേത്രം കൊണ്ട്, ക്ഷേത്രജ്ഞയോ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പറ്റി അഥവാ ശരീര ആത്മാക്കളുടെ അന്തരം ഭേദവും ഭൂതപ്രകൃതി മോക്ഷം ച ജീവികൾക്ക് പ്രകൃതിയിൽ നിന്നുള്ള മോക്ഷവും അഥവാ മോക്ഷത്തെപ്പറ്റിയും യേ വിദു ആരാണോ അറിയുന്നത്, തേ അവർ പരം യാന്തി പരമപദം പ്രാപിക്കുന്നു, മുക്തിയെ പ്രാപിക്കുന്നു. ഇപ്രകാരം ജ്ഞാനനേത്രം കൊണ്ട് ശരീര ആത്മാക്കളുടെ ഭേദവും ജീവികൾക്ക് പ്രകൃതിയിൽ നിന്നുള്ള മുക്തിയും ആരാണോ അറിയുന്നത്, അവർ പരമപദത്തെ പ്രാപിക്കുന്നു. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ അഥവാ ദേഹം, ദേഹി അഥവാ ശരീരം, ആത്മാവ്, ഇവ എന്താണെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിയുവാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് ജീവജാലങ്ങൾക്ക് മുക്തി നേടാനുള്ള മാർഗം എന്താണെന്നറിയുവാനും കഴിയുന്നവർ പരമപദത്തെ പ്രാപിക്കുന്നു. ശരീരവും അതിൻ്റെ ഉടമയായ ജീവാത്മാവും തമ്മിലുള്ള ബന്ധത്തെയും അവ തമ്മിലുള്ള വ്യത്യാസത്തെയും വിശദീകരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ കണ്ടത്. ഈ തത്വത്തെ ശരിയാവണ്ണം മനസ്സിലാക്കുന്നവർ മോക്ഷപദത്തെ പ്രാപിക്കുന്നു. ഈ ജ്ഞാനം കൈവരണമെങ്കിൽ നിരന്തരമായ പരിശ്രമം ആവശ്യമാണ്. അതിലേക്കുള്ള ആദ്യ പടിയാണ് സത്സംഗം, സജ്ജനങ്ങളുമായുള്ള സംഘം. തുടർന്ന് അനുയോജ്യനായ ഒരു ഗുരുവിനെ സ്വീകരിക്കുക, ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോവുക. ക്രമേണ ആത്മജ്ഞാനത്തിലേക്ക് ഉയരും. ക്ഷേത്രമെന്നാൽ ഈ ശരീരമാണ്. അത് പ്രകൃതിയുടെ പരിണാമത്തിലൂടെ ഉണ്ടായതാണ്. അതാകട്ടെ നശ്വരവുമാണ്. നശ്വരമെന്നാൽ പരിണാമവിധേയവുമാണ്. എന്നാൽ അതിൽ വസിക്കുന്ന ആത്മാവാണ് ക്ഷേത്രജ്ഞൻ. അതാകട്ടെ നിത്യനും മാറ്റത്തിന് വിധേയമല്ലാത്തവനും സർവവ്യാപിയുമായ പരമാത്മാവിൻ്റെ പ്രതിബിംബവുമാണ്. ശരീരത്തെ ചൈതന്യവത്താക്കുന്നത് ഈ ആത്മാവാണ്. ആത്മാവ് വേർപെട്ട ശരീരം വെറും ജഡമാണ്. ക്ഷേത്രജ്ഞനുണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിന് പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ അത് ക്ഷേത്രമല്ല, ജഡം മാത്രമാണ്. മൂർത്തിയില്ലാത്ത ക്ഷേത്രത്തെ ക്ഷേത്രമെന്ന് വിളിക്കാനാവില്ലല്ലോ, അത് വെറും കെട്ടിടം മാത്രമാണ്. ഈ ചൈതന്യം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ശരീരം പ്രവർത്തിക്കൂ. എന്നാൽ ശരീരം ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഈ ആത്മാവിനെ, ക്ഷേത്രജ്ഞനെ ബാധിക്കുകയുമില്ല. കാരണം ഈ ആത്മാവ് ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും അനുഭവിക്കുന്നുമില്ല. ഒന്നിൻ്റെയും കർത്തൃത്വമില്ല, ഭോക്തൃത്വവുമില്ല. അത് വെറുമൊരു സാക്ഷി മാത്രമായി നിന്നുകൊണ്ട് ശരീരത്തിന് പ്രവർത്തിക്കുവാനുള്ള ഊർജത്തെ നൽകുക മാത്രം ചെയ്യുന്നു. ഇതാണ് ക്ഷേത്രജ്ഞ ബന്ധം. ആ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി, പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയാണ്, അതിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തോടു കൂടി ഈ അധ്യായം
പൂർത്തിയാവുകയാണ്. ഇതി ശ്രീമദ്ഭഗവത്ഗീതാസുപനിഷത് സുബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ ക്ഷേത്രജ്ഞയോഗോ നാമ ത്രയോദശോऽധ്യായം സമാപ്തം. അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം കടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.